ഹായ് ഫ്രണ്ട്സ്, പി എസ് സിയുടെ ഓഗസ്റ്റ് കലണ്ടർ പ്രകാരം പി എസ് സി അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചൂടോടെ ഒരു സ്മാർട്ട് 50-day സ്റ്റഡീസ് പ്ലാൻ റെഡിയാക്കാം. വളരെ ചെറിയൊരു സിലബസാണ് നമുക്ക് ഈ ഒരു എക്സാമിനായിട്ടുള്ളത്. ജനറൽ നോളജ്, കറണ്ട് അഫെയർസ്, മലയാളം, അതുപോലെ സിമ്പിൾ അരിത്തമാറ്റിക്, നമ്മുടെ ജനറൽ ഇംഗ്ലീഷ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സിലബസിൽ ഉള്ളത്. ഇവിടെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് GKക്കും കറണ്ട് അഫെയർസിനുമാണ്. അതുപോലെ തന്നെ മലയാളവും മാത്സും നന്നായി പ്രിപ്പയർ ചെയ്താൽ കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. 7 ആഴ്ചകളിലായിട്ട് 3 സെക്ഷനുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ 3 ആഴ്ച നമ്മളൊരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലും, അതിനുശേഷമുള്ള 3 ആഴ്ചകളിൽ പ്രാക്ടീസും റിവൈസും ഒക്കെയാണ് നടത്തുന്നത്. അതിനുശേഷമുള്ള ലാസ്റ്റ് ഒരാഴ്ചയിലാണ് നമ്മൾ ഫൈനലായിട്ടുള്ള എല്ലാ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു എൻറ്റയർ സിലബസ് 50 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂർ GK പഠിക്കണം. അതുപോലെ തന്നെ എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ മലയാളം ഗ്രാമർ, അതുപോലെ തന്നെ മാത്സ് ബേസിക് പഠിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും 15 മിനിറ്റ് ഇംഗ്ലീഷ് വൊക്കാബുലറി, അതുപോലെ തന്നെ മലയാളം വൊക്കാബുലറി, അതിൻ്റെ യൂസേജിനൊക്കെ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ നൽകേണ്ടത് കറണ്ട് അഫെയർസിനാണ്. കാരണം ഏകദേശം 20 മാർക്കോളം നമുക്ക് കറണ്ട് അഫെയർസിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ട് ദിവസവും മിനിമം 10 മിനിറ്റെങ്കിലും നമ്മൾ കറണ്ട് അഫെയർസ് പഠിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ അടുത്ത 3 ആഴ്ചകളിലായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു തുടങ്ങണം. ഏകദേശം ഒരു 10-20 ക്വസ്റ്റ്യൻ ഒരു ദിവസം നമ്മൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുക. ഇനി നമ്മൾ 3ാമത്തെ ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്ന സമയത്ത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാ ദിവസവും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പുതിയ ടോപ്പിക്കുകൾ, നമ്മൾ പഠിച്ചു തീരാത്ത ടോപ്പിക്കുകളുണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് നമ്മൾ എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ മലയാളവും അതുപോലെയുള്ള GK ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്യുക്കായിട്ടുള്ള ചെറിയ കുട്ടി നോട്ടുകൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 20 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോകാവുന്നതാണ്. അതേ ഗൈസ്, നമുക്ക് 50 ദിവസം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും ഇഫ് യു ഫോളോ എ പ്രോപ്പർ പ്ലാൻ ആൻഡ് സ്റ്റേ റെഗുലർ. ഒരു കാര്യം മാത്രം ഓർക്കുക, സ്മോൾ എഫേർട്ട് എവറി ഡേ ഈസ് ഈക്വൽ ടു ബിഗ് റിസൾട്ട്. PXC എക്സാംസ് ആർ നോട്ട് ഫോർ ടോപ്പേഴ്സ്, ഇറ്റ് ഈസ് ഫോർ കൺസിസ്റ്റന്റ് ലേണേഴ്സ്. Like this plan? Then like, share and subscribe. Comment below. Salesman study start cheyam if you are ready. All the best guys. Let's crack it together. Bye.